Hello all, welcome. ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെഷനാണ്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ഫോർ ലെവൽ മെഷർമെൻറ്റ് ഇൻ ഓപ്പൺ വെസൽസ്. അപ്പോൾ അതും ഇൻസ്ട്രുമെൻറ്റേഷനിലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓപ്പൺ വെസൽസിലെ ലെവൽ എങ്ങനെ മെഷർ ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യത്തേത് റോട്ടാമീറ്റർ. റോട്ടാമീറ്റർ ഒരു ഫ്ലോ ലൈനിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു പൈപ്പ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ വെക്കുന്ന ഒരു എക്യുപ്മെൻ്റാണ് റോട്ടാമീറ്റർ. അതിൻ്റെ റോട്ടാമീറ്ററിൻ്റെ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് ഫ്ലോ റേറ്റ് മെഷർ ചെയ്യാം. അപ്പോൾ നോട്ട് റോട്ടാമീറ്റർ. ബി എയർ ട്രാപ്പ് സിസ്റ്റം, അതാണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ഒരു വലിയൊരു വെസലാണെങ്കിൽ അതിൽ എത്ര എയർ ട്രാപ്ഡായിട്ട് നിൽക്കുന്നു എന്നുള്ളതിനെ വെച്ചിട്ട് നമ്മൾ, അല്ലെങ്കിൽ വെസൽ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന അനുസരിച്ച് അതിൽ ഓപ്പൺ സ്പേസ് കുറഞ്ഞുകൊണ്ടിരിക്കും. ആ ഒരു പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്നതാണ് എയർ ട്രാപ്പ് സിസ്റ്റം. ഹൈഡ്രോമീറ്ററും ഹൈഗ്രോമീറ്ററും അല്ല, ദാറ്റ് ഓൾസോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മോയ്സ്ചറും ഹ്യൂമിഡിറ്റിയൊക്കെ മെഷർ ചെയ്യുന്ന എക്യുപ്മെൻ്റാണ് ഹൈഡ്രോമീറ്റർ, ഹൈഗ്രോമീറ്റർ. സോ ദി ഓപ്ഷൻ ഈസ് ബി, എയർ ട്രാപ്പ് സിസ്റ്റം. ദെൻ കൺട്രോളർ സ്യൂട്ടബിൾ ഫോർ എ പ്രോസസ് വെയർ നോ ഓഫ്സെറ്റ് ഇസ് ടോളറബിൾ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒരു മിസ്ലീഡിങ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഓഫ്സെറ്റ് ടോളറബിൾ അല്ലാത്ത പ്രോസസ്സിൽ നമുക്ക് ബി, സി, ഡി 3 കൺട്രോളേഴ്സ് ഉപയോഗിക്കാം. പ്രൊപ്പോർഷണൽ കൺട്രോളറിൽ മാത്രമേ ഇത് പ്രോസസ് കൺട്രോളിലൊരു ക്വസ്റ്റ്യൻ ആണ്. ഒൺലി ഇൻ പ്രൊപ്പോർഷണൽ കൺട്രോളർ ദർ ഈസ് ഓഫ്സെറ്റ് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കൺട്രോളർ പ്രൊപ്പോർഷണൽ കൺട്രോളറാണ്. പ്രൊപ്പോർഷണൽ ഡെറിവേറ്റീവ് PD, പ്രൊപ്പോർഷണൽ ഇൻ്റഗ്രൽ PI ആൻഡ് പ്രൊപ്പോർഷണൽ ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് PID. ഇതിൽ 3ലും ഓഫ്സെറ്റ് 0 ആണ്. They don't tolerate offset, അല്ലെങ്കിൽ output measured will be almost equivalent to the input given. അതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ 3 ഓപ്ഷനും ശരിയാണ്. സോ മേ ബി, പക്ഷേ ബെസ്റ്റ് ഓപ്ഷൻ വിൽ ബി ഓപ്ഷൻ ഡി, PID കൺട്രോളർ. PID കൺട്രോളറിലായിരിക്കും ഏറ്റവും മിനിമൽ ഓഫ്സെറ്റ് ഓഫർ ചെയ്യുന്ന കൺട്രോളർ PID ആയിരിക്കും. ബട്ട് ദാറ്റ് ഈസ് എക്സ്പെൻസീവ്. പക്ഷേ അതൊന്നും ക്വസ്റ്റനിൽ പറഞ്ഞിട്ടില്ല. നോ ഓഫ്സെറ്റ് ടോളറബിളിൽ PID ആയിരിക്കും ബെസ്റ്റ് ആൻസർ. ബട്ട് PI ആൻഡ് PD ഓൾസോ ഡസ് നോട്ട് ടോളറേറ്റ് ഓഫ്സെറ്റ്. സോ ഓപ്ഷൻ വേണമെങ്കിൽ ഡി എന്ന് പറയാം, പക്ഷേ ഇറ്റ് ഷുഡ് ബി BCD. ഓക്കെ. ദെൻ 13th ക്വസ്റ്റ്യൻ. ഇത് വളരെ ഡയറക്റ്റാണ്, പലവട്ടം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, പല ടെസ്റ്റ് സീരീസിലൊക്കെ ചോദിച്ചതാണ്. ആ ഒരു PI, PID, PD കൺട്രോളേഴ്സിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ പ്രൊപ്പോർഷണലിൻ്റെ ഉണ്ട്. അത് വെറുതെ നോക്കി വെച്ച ആൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ. P of S by epsilon of S is equal to KC into 1 plus tau ds. അപ്പം PA DA ഉണ്ട്. അപ്പോൾ 2 എണ്ണേ ഉള്ളൂ. പ്രൊപ്പോർഷണൽ ആക്ഷനും ഉണ്ട്, ഡെറിവേറ്റീവ് ആക്ഷനും ഉണ്ട്. ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലാണ് വരിക, ഇൻറ്റഗ്രൽ ആണെങ്കിൽ ഡിനോമിനേറ്റർ 1 by tau is എന്ന് പറഞ്ഞ് വരും. അപ്പം ഇത് PIDയുടെ ആണിത്. ആൻഡ് ആൻസർ ഈസ് ഓപ്ഷൻ എ, KC into 1 plus tau ds. That will be the transfer function of a PD controller, proportional derivative controller. അപ്പോൾ അതിൽ ഡെറിവേറ്റീവ് ആക്ഷനേ ഉണ്ടാവുള്ളൂ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. Next question. Error detector is absent in feedback system, open loop system, closed loop system, all the above. അപ്പം എറർ ഡിറ്റക്ട്, ഫീഡ്ബാക്ക് അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്. ആ ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്ത് ആ സിസ്റ്റം നടന്ന് ആ സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നുള്ള എറർ നമ്മൾ മെഷർ ചെയ്ത് ഏതെങ്കിലും ഒരു പാരാമീറ്ററായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ ഇൻപുട്ടിനെ മോഡിഫൈ ചെയ്യുന്നതാണ് ഫീഡ്ബാക്ക് സിസ്റ്റം. അപ്പോൾ ഒബ്വിയസ്ലി എറർ മെഷർമെൻ്റ് ഉണ്ട്. അപ്പം ഒരു ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ക്യാൻ ഓൾസോ ബി എ ഫീഡ്ബാക്ക് സിസ്റ്റം. അപ്പോൾ ഏത് ലൂപ്പ് സിസ്റ്റം ക്ലോസ്ഡ് ആണെങ്കിലും അവിടെ ഒരു എറർ ഡിറ്റക്ഷൻ ആസ്പെക്റ്റ് ഉണ്ടാവും. കാരണം ആ എററിനെ ഡിറ്റക്ട് ചെയ്തിട്ടാണ് ആ പ്രോസസ്സിനെ ഫർദർ മോഡിഫൈ ചെയ്യുന്നത് ടു ഗെറ്റ് എ ബെറ്റർ ഔട്ട്പുട്ട്. അപ്പം only in an open loop system we will not have an error detection. അപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഒരു ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിൽ എറർ ഡിറ്റക്ഷൻ മെക്കാനിസംസ് ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ഈ മെഷർ ദി എറർ. സോ എറർ ക്യാൻ ബി എനിത്തിങ്. ചിലപ്പം ടെമ്പറേച്ചർ ആകാം, ഔട്ട്പുട്ട് ടെമ്പറേച്ചറും ഇൻപുട്ട് ടെമ്പറേച്ചറും തമ്മിലുള്ള വേരിയേഷൻ ആകാം, അല്ലെങ്കിൽ ഒരു റിയാക്ടറിനകത്തുള്ള ടെമ്പറേച്ചറും വെളിയിലുള്ള ടെമ്പറേച്ചറും തമ്മിലുള്ള വേരിയേഷൻ ആവാം, അങ്ങനെ ഏതും ആവാം. അപ്പോൾ അതും ആ എറർ നമ്മൾ മെഷർ ചെയ്തിട്ട് വി മേക്ക് സ്യൂട്ടബിൾ ചേഞ്ചസ് ഇൻ ദി പ്രോസസ്സ്. അങ്ങനത്തെ ഉള്ളതിനെയാണ് എറർ ഡിറ്റക്ടർ ഉള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്.
അപ്പം ഓപ്പൺ ലൂപ്പ് ആണെങ്കിൽ ആ സിസ്റ്റം ഇങ്ങനെ മുമ്പോട്ട് കടന്ന് പോവുകയുള്ളൂ. അറ്റ് നോ സ്റ്റേജ് വി ആർ കമ്മിങ് ബാക്ക് ആൻഡ് റെക്ടിഫൈങ് ദി സിസ്റ്റം. സോ ദാറ്റ് ഈസ് വൈ ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിൽ എറർ ഡിറ്റക്ടേഴ്സ് ഉണ്ടാവില്ല. Then if the temperature of the atmosphere increases at constant absolute humidity, the percentage saturation would be. അപ്പോൾ ഇത് മാസ്റ്റർ ആൻസറിലെ ക്വസ്റ്റൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്, പല തവണ ചോദിച്ചതാണ് പല ഫോമിൽ. പെർസെൻറ്റേജ് സാച്ചുറേഷൻ ആയിട്ട് റിലേറ്റീവ് സാച്ചുറേഷൻ ചോദിക്കാം, അങ്ങനെ ഏത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഇവിടെ 15 ഓപ്ഷൻ സി ഡിക്രീസസ് വിൽ ബി ദി റൈറ്റ് ആൻസർ. അപ്പോൾ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്താ, മാസ് ഓഫ് water vapor divided by mass of dry air at a particular temperature ആണ് absolute humidity. ഇനി percentage saturation PS നമ്മൾ വിളിക്കുന്നത് relative saturation into P minus PAS divided by P minus PA ആണ് percentage saturation. or അതിനെ വാക്കുകളിൽ പറഞ്ഞാൽ moles of water vapor divided by moles of dry air, okay, divided by moles of water vapor divided by moles of air at saturation. ഈ റേഷ്യോയിനെയാണ് നമ്മൾ പെർസെൻറ്റ് സാച്ചുറേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കിയാൽ ദി ന്യൂമറേറ്റർ ഇസ് നത്തിങ് ബട്ട് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. ഓക്കെ, അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ന്യൂമറേറ്റർ ഇസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇനി നമ്മൾ ഡിനോമിനേറ്ററിനെ കുറിച്ച് ബോധേഡായാൽ മതി. അപ്പം മോൾസ് ഓഫ് വാട്ടർ വേപ്പർ ഡിവൈഡഡ് ബൈ മോൾസ് ഓഫ് എയർ അറ്റ് സാച്ചുറേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാച്ചുറേഷനിലുള്ള എയർ ടു മോളാർ വാട്ടർ വേപ്പറിൻ്റെ മോൾ റേഷ്യോ ആണ്. അപ്പോൾ നമ്മളിവിടെ ടെമ്പറേച്ചർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ കൂട്ടാണ്. സോ വെൻ വി ഇൻക്രീസ് ദി ടെമ്പറേച്ചർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ സാച്ചുറേഷൻ ഇസ് ഡിസ്റ്റർബ്ഡ്. ആ സാച്ചുറേഷൻ മാറും. അപ്പം എന്ത് പറ്റും, എയറിന് കൂടുതൽ വാട്ടർ മോളിക്യൂൾസിനെ അബ്സോർബ് ചെയ്ത് വെക്കാനുള്ള കഴിവ് കിട്ടും. അപ്പോൾ ബേസിക്കലി എയറിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുകയാണ്. അപ്പം എയർ ബിക്കംസ് ഡ്രൈ, എയർ കുറച്ചുകൂടെ ഡ്രൈ ആകും. സോ ഇറ്റ് ക്യാൻ അക്കോമഡേറ്റ് മോർ ഓഫ് ദി മോയ്സ്ചർ അല്ലെങ്കിൽ വാട്ടർ മോളിക്യൂൾസ്. അപ്പം ദി ഡിനോമിനേറ്ററിൻ്റെ റേഷ്യോ അത് കൂടും. ദി ഡിനോമിനേറ്റർ വിൽ റൈസ് വെൻ ദി ടെമ്പറേച്ചർ ഇൻക്രീസസ്. When the denominator rises, the numerator should decrease. Some percentage saturation കുറയും. അപ്പം that is how we make this connection. അപ്പോൾ അത് ആ ഡെഫിനിഷൻസ് അറിയാമെങ്കിൽ ഡയറക്റ്റ്ലി ചെയ്യാവുന്നതാണ്. ടെമ്പറേച്ചർ കൂടിയാൽ പെർസെൻറ്റേജ് സാച്ചുറേഷൻ കുറയും ഇഫ് ദി അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ്. അത് മാസ്റ്റർ ആൻസറിലെ ക്വസ്റ്റ്യൻ ആണ്. അഗെയിൻ മാസ്റ്റർ ആൻസറിൽ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. അത് വളരെ ഡയറക്റ്റ് ആണ്, പലതവണ കണ്ട ക്വസ്റ്റ്യൻ ആണ്. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. For a two-phase feed where 80% of the feed is vaporized under a column condition, the feed line stop in 𝗴𝗪𝗏 method for distillation column is. അറിയാലോ, Q ആണ് നമ്മുടെ സ്റ്റാർ ഓഫ് ദി ക്വസ്റ്റ്യൻ. Q is the condition of feed എന്നാണ് നമ്മൾ വിളിക്കുന്നത്. condition of feed, or it is the fraction of liquid in feed. ലിക്വിഡിൽ എത്ര ശതമാനം, ഫീഡിൽ എത്ര ശതമാനം ലിക്വിഡ് പാർട്ട് ഉണ്ടോ അതിനെയാണ് നമ്മൾ Q എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻ ദിസ് ഗിവൺ ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് 80% വേപ്പറൈസ്ഡ്. 80% വേപ്പറൈസ്ഡ് ആണ്, അതായത് 80% വേപ്പറായി മാറി. സോ 80% ഈസ് വേപ്പർ. അപ്പം മൊത്തം 100 100ൽ 80 വേപ്പറായി പോയാൽ ബാക്കി എത്ര ഉണ്ട്, 20%. ദാറ്റ് 20% വിൽ ബി ദി ലിക്വിഡ് പാർട്ട്. അപ്പം ലിക്വിഡ് ഫ്രാക്ഷൻ എടുത്താൽ Q ഈസ് ഈക്വൽ ടു 0.2. അപ്പോൾ Q കിട്ടി. ഇനി എന്താ വേണ്ടത്, സ്ലോപ്പ് ഓഫ് ഹീറ്റ് ലൈൻ. സ്ലോപ്പ് ഓഫ് ഹീറ്റ് ലൈൻ ഇറ്റ്സ് എ കോമൺ തിങ്, Q ഡിവൈഡഡ് ബൈ Q minus 1. ഓക്കെ, ദാറ്റ് ഈസ് ദി സ്ലോപ്പ് ഓഫ് ദി ഫീഡ് ലൈൻ. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു Q by Q minus 1. 0.2 ഡിവൈഡഡ് ബൈ 0.2 minus 1, that is minus 1 by 4. Okay, Q by Q minus 1. Option A is the right answer. minus 1 by 4. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്, സിമ്പിൾ ഇക്വേഷൻ്റെ ആപ്ലിക്കേഷൻസ്. ഡിസ്റ്റിലേഷൻ ഒരു വട്ടം നോക്കിയ ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റും. ഒബ്വിയസ്ലി ദിസ് വിൽ ബി കവേർഡ് ഇൻ ദാറ്റ്. ഇനി again മാസ്റ്റർ ആൻസറിലൊരു ക്വസ്റ്റ്യൻ ആണ്. At 750 Kelvin and 1 atm, the approximate value of Schmidt number for air is. അതൊരു മെമ്മറി ടൈപ്പ്
ക്വസ്റ്റ്യനെ ഞാൻ പറയും. അപ്പോൾ അത് ഡയറക്റ്റ് നോളജ് ആണ്. ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ, 0.1. അല്ല, അറിയാത്തവർക്കാണെങ്കിൽ ഇങ്ങനെ സ്മിഡ് നമ്പർ ഇസ് mu by rho DAB എന്ന് അറിയാം. അപ്പം അറ്റ് ദിസ് കണ്ടീഷൻ 75 and 1 atm mu, rho and diffusivity of air ഇതെല്ലാം നോൺ പാരാമീറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതെല്ലാം ഈ ക്വസ്റ്റ്യനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി വിൽ ഗെറ്റ് എ വാല്യൂ ഓഫ് അറൌണ്ട് 0.1. അപ്പോൾ അത് സിമിലർലി ഫോർ വാട്ടർ, പ്രാൻഡൽ നമ്പർ ഫോർ എയർ, പ്രാൻഡൽ നമ്പർ ഫോർ വാട്ടർ, അതൊക്കെ കോമൺ നോളേജ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്, പലവട്ടം ഡിസ്കസ് ചെയ്തിട്ടുള്ളതുമാണ്. ഓക്കെ, സോ ഓപ്ഷൻ സി 0.1 is the right answer. Then the absorption factor is defined as, അപ്പോൾ ഇത് അബ്സോർപ്ഷനിൽ ഉള്ളൊരു ചോദ്യമാണ്. അഗെയിൻ മാസ് ട്രാൻസ്ഫർ അബ്സോർപ്ഷൻ കോളം ഡിസൈൻ പഠിക്കുമ്പോൾ അതിൽ വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേറ്റിംഗ് ലൈനിൽ വരുന്ന ഒരു ടേമാണ് അബ്സോർപ്ഷൻ ഫാക്ടർ. Absorption factor is defined as L divided by mg. L liquid flow rate, G gas flow rate, M is the feed line the slope, equilibrium line the slope of equilibrium line. അതും കോമൺ ക്വസ്റ്റ്യൻ, പലപ്പോഴും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫോർ PSCക്കും ചോദിച്ചിട്ടുണ്ട്, അല്ലാതെയും ചോദിച്ചിട്ടുണ്ട്, ഗേറ്റ്, മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസ്, മെനി ടൈംസ് ഇൻ ടെസ്റ്റ് സീരീസ്. ഒരു വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, L divided by mg. 90th question. Simultaneous heat and mass transfer are occurring in a fluid over a flat plate. The flow is laminar. The concentration boundary layer will coincide with the thermal boundary layer when. അത് കുറച്ചൊന്ന് ചിന്തിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ തെർമൽ ബൗണ്ടറി ലെയറും കോൺസെൻട്രേഷൻ ബൗണ്ടറി ലെയറും എപ്പോഴാണ് മീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ദി ക്വസ്റ്റ്യൻ ഇംപ്ലൈസ് മാസ് ട്രാൻസ്ഫറും ഹീറ്റ് ട്രാൻസ്ഫറും എപ്പോഴാണ് ഇക്വലൻ്റ് ആവുന്നതാണ്. അപ്പം അതിൽ മാസ് ട്രാൻസ്ഫറിലെയും ഹീറ്റ് ട്രാൻസ്ഫറിലെയും രണ്ട് എൻറ്റിറ്റീസ് എടുത്ത് ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പം there is Schmidt number SC in mass transfer. Schmidt number is നമ്മൾ നേരത്തെ കണ്ടു, mu divided by rho DAB. Same way we have Prandtl number, PR is equal to Cp mu divided by K. From Prandtl number it deals with thermal diffusion, and the Schmidt number it deals with mass diffusion. ഓക്കെ, അപ്പം ഇതിൽ ഷ്മിഡ് നമ്പറിൻ്റെ നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻസിലേക്ക് പോയാൽ മാസ് വിസ്കസ് ഡിഫ്യൂഷൻ ബൈ മാസ് ഡിഫ്യൂഷൻ ആണ്. ആൻഡ് ഇവിടെ നമ്മൾ പോയാൽ ഇറ്റ് വിൽ ബി മാസ് മൊമെൻറ്റം ഡിഫ്യൂഷൻ അല്ലെങ്കിൽ വിസ്കസ് ഡിഫ്യൂഷൻ ഡിവൈഡഡ് ബൈ തെർമൽ ഡിഫ്യൂഷൻ എന്ന് വേണമെങ്കിലും പറയാം. അപ്പം ദിസ് ഇസ് ഫോർ ഹീറ്റ് ട്രാൻസ്ഫർ and this is for mass transfer. Okay, അപ്പം സൈമൾട്ടേനിയസ് ആയിട്ട് മാസും ഹീറ്റും നടക്കുമ്പോൾ എന്ത് സംഭവിക്കണം? മാസ് ഡിഫ്യൂഷൻ ഷുഡ് ബി ഈക്വൽ ടു തെർമൽ ഹീറ്റ് ഡിഫ്യൂഷൻ എന്നാണ് പറഞ്ഞത്. അപ്പം വെൻ വിൽ ബി ദി മാസ് ഡിഫ്യൂഷൻ ഈസ് ഈക്വൽ ടു ഹീറ്റ് ഡിഫ്യൂഷൻ ആകണം എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള കണ്ടീഷനാണ്. അപ്പോൾ ഇതിലിപ്പോൾ മാസ് ഡിഫ്യൂഷൻ എന്തായിട്ട് നമുക്ക് പറയാം? വിസ്കസ് ഡിഫ്യൂഷൻ ഡിവൈഡഡ് ബൈ SC ആണ് മാസ് ഡിഫ്യൂഷൻ. അപ്പം വിസ്കസ് ഡിവൈഡഡ് ബൈ SC എന്ന് ഇവിടെ പറഞ്ഞാൽ ഇവിടെ ഇറ്റ് വിൽ ബി വിസ്കസ് ഡിവൈഡഡ് ബൈ പ്രാൻഡൽ നമ്പർ എന്ന് പറയാം. അപ്പം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പ്രാൻഡൽ നമ്പർ മസ്റ്റ് ബി ഈക്വൽ ടു ഷ്മിഡ് നമ്പർ എന്ന് നമുക്ക് പറയാം. സോ അത് ഈ നമ്പേഴ്സിനെ കുറിച്ചൊരു ഐഡിയ ഉള്ളവർക്ക് കിട്ടും. കാരണം ഈ എല്ലാ നമ്പേഴ്സിൻ്റെയും ഡെഫിനിഷൻ എഴുതി നോക്കിയാൽ യു വിൽ ഗെറ്റ് ദി ആൻസർ. Okay, so the option is option D. Schmidt number is equal to the Prandtl number. അത് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടില്ല. ആൻഡ് ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. സോ ഓൺലി ഇഫ് യു ഹാവ് എ ക്ലിയർ ഐഡിയ ഓഫ് ഓൾ ദി ഡയമെൻഷണൽസ് ഗ്രൂപ്പ് ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇൻ മാസ് ട്രാൻസ്ഫർ അറ്റ്ലീസ്റ്റ്, അത് നമുക്ക് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. Schmidt number is equal to Prandtl number is the condition for concentration boundary layer and thermal boundary layer to coincide. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദി ഫോളോയിങ് ആണ്. അഗെയിൻ ദാറ്റ് ഈസ് ബേസ്ഡ് ടു ഡിസ്റ്റിലേഷൻ. അപ്പോൾ ഡിസ്റ്റിലേഷൻ പഠിച്ചവർക്ക് ഈ ക്വസ്റ്റ്യനും ബോണസ് ആണ്. 2 ക്വസ്റ്റ്യൻ അധികം തന്നെ കിട്ടി.
സോ ഇത് സിമ്പിളാണ്. ഇക്വേഷൻസും അതിൻ്റെ യൂസും ആണ് ചോദിച്ചിരിക്കുന്നത്. അണ്ടർവുഡ് ഇക്വേഷൻ, ഫെൻസ്കെ ഇക്വേഷൻ, ഗില്ലിലാൻഡ് ഇക്വേഷൻ ആൻഡ് വേപ്പർ വെലോസിറ്റി അറ്റ് ഫ്ലഡിങ്. അപ്പം അണ്ടർവുഡ് ഇക്വേഷൻ അതൊരു കോമൺ ഇക്വേഷൻ അല്ല. ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ മൾട്ടി കമ്പോണൻറ്റ് ഡിസ്റ്റിലേഷൻ ടു ഡിറ്റർമിൻ ദി മിനിമം റിഫ്ലക്സ് റേഷ്യോ. അപ്പോൾ അത് അധികം അങ്ങനെ ആരും കാണാനും വഴിയില്ല, കേൾക്കാനും വഴിയില്ല. അത് അണ്ടർവുഡ് ഇക്വേഷൻ. ഫെൻസ്കെ ഇക്വേഷൻ കണ്ടിട്ടുണ്ടാവും. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദി മിനിമം നമ്പർ ഓഫ് ട്രേസ്, ഐഡിയൽ ട്രേസ് ആണ്, ആക്ച്വൽ അല്ല. ഇറ്റ് ഈസ് ദി മിനിമം നമ്പർ ഓഫ് ട്രേസ്, ഫെൻസ്കെ ഇക്വേഷൻ. അപ്പോൾ Q3 വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയുണ്ട്? 3 ഓപ്ഷൻ ഉണ്ട് Q3 വരുന്നത്. അപ്പം ബി അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഗില്ലിലാൻഡ് ഇക്വേഷനും അധികം കേൾക്കാൻ വഴിയില്ല, പക്ഷെ ട്രേ എഫിഷ്യൻസിയെ കുറിച്ച് വായിച്ചവർക്ക് ഗില്ലിലാൻഡ് ഇക്വേഷൻ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഗില്ലിലാൻഡ് ലീഡ്സ് വിത്ത് ട്രേ എഫിഷ്യൻസി. ഗില്ലിലാൻഡ് ട്രേ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ് ഗില്ലിലാൻഡ് ഇക്വേഷൻ. സോ R വിൽ ബി 6. ഓക്കെ, അപ്പോൾ R6 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ, ദാറ്റ് ഈസ് ഓപ്ഷൻ C. C is the right answer. അപ്പം P5 അണ്ടർവുഡ് ഇക്വേഷൻ is used for the minimum reflux ratio. അത് മൾട്ടി കമ്പോണൻറ്റ് ഡിസ്റ്റിലേഷൻ ആണ്. അത് നമ്മൾ പഠിക്കുന്നില്ല ആക്ച്വലി, ഞാൻ ചോദിച്ചു, ബട്ട് സ്റ്റിൽ ഓക്കെ. ദെൻ Q ഫെൻസ്കെ ഇക്വേഷൻ ഇസ് ഫോർ മിനിമം നമ്പർ ഓഫ് ഐഡിയൽ ട്രേസ്. അത് പഠിച്ചതാണ്. ഐഡിയൽ ട്രേസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഫെൻസ്കെ ഇക്വേഷൻ. ദെൻ ഗില്ലിലാൻഡ് ഇക്വേഷൻ ട്രേ എഫിഷ്യൻസി, അതും കുറച്ച് പേരെങ്കിലും വായിച്ചതായിരിക്കും. ദെൻ വേപ്പർ വെലോസിറ്റി ഓഫ് ഫ്ലഡിങ് കണ്ടുപിടിച്ചാൽ വി ക്യാൻ ഡിറ്റർമിൻ ദി കോളം ഡയമീറ്റർ. അപ്പം അതാണ് വേപ്പർ വെലോസിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഒരു എൻറ്റിറ്റിയാണ് കോളം ഡയമീറ്റർ. ഓക്കെ, S2. അതും ഫ്ലഡിങ്ങിനെ കുറിച്ച് വായിച്ചവർക്ക് അത് മനസ്സിലായിട്ടുണ്ട്. അപ്പം Qയും Sഉം അറിഞ്ഞാൽ യു ക്യാൻ സോൾവ് ദി സിസ്റ്റം. അല്ല, പറ്റില്ല. 2 ഓപ്ഷനിൽ Qയും Sഉം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയും വേണമെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി എയ്തർ C ഓർ D. പിന്നെ ബാക്കിയുള്ളത് ആകെ ഡിഫറൻസ് ഉള്ളത് ഗില്ലിലാൻഡിലാണ്. അണ്ടർവുഡും ഫിക്സ്ഡ് ആണ്, P5 എന്ന് ഫിക്സ്ഡ് ആയി കിട്ടി. സോ ഗില്ലിലാൻഡ് അറിയാവുന്നവർക്ക് ദേ ക്യാൻ സോൾവ് ദി സിസ്റ്റം. ഗില്ലിലാൻഡ് ഇക്വേഷൻ ഇസ് യൂസ് ടു ഫൈൻഡ് ദി ട്രേ എഫിഷ്യൻസി. ഓക്കെ, സോ ഓപ്ഷൻ C R6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റീരിയോ സ്പെസിഫിക് പോളിമേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഡാഷ് ടൈപ്പ് ഓഫ് പോളിമറൈസേഷൻ. എപ്പം സ്റ്റീരിയോ വരുന്നെങ്കിലും ദി ആൻസർ വിൽ ബി കോർഡിനേഷൻ. കോർഡിനേഷൻ പോളിമറൈസേഷൻ ചെയ്താൽ മാത്രമേ വി ക്യാൻ അഡ്ജസ്റ്റ് ദി റൊട്ടേഷൻ ഓഫ് പോളിമേഴ്സ്. അപ്പം ലൈറ്റിനെ അവർ എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു അങ്ങനത്തെ ഉള്ള ഫാക്ടേഴ്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ വി റിക്വയർ കോർഡിനേഷൻ പോളിമറൈസേഷൻ. then only we can specify the geometry of rotation. Isomers ഒക്കെ മാറ്റണമെങ്കിൽ കോർഡിനേഷൻ പോളിമറൈസേഷനിലേ പറ്റുള്ളൂ. ഫ്രീ റാഡിക്കലും കാറ്റയോണിക്കും ആനയോണിക്കും വായിച്ചവരുണ്ടാവും ഓൾറെഡി. അതിലൊന്നും സ്റ്റീരിയോ സ്പെസിഫിക് പോളിമേഴ്സിൻ്റെ മാനുഫാക്ചറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. ഒബ്വിയസ്ലി അറിയാത്തൊരു ഉത്തരം and coordination is the probable answer. Only in coordination polymerization we can manufacture stereo specific polymers. Then 27 polymers എന്നുള്ള polymerization ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനിയുള്ളത്. Styrene, which is a monomer for the production of polystyrene, is commercially produced from. Styrene എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. Styrene is produced from ethyl benzene. അത് വായിച്ചവർക്ക് ഓപ്ഷൻ D is the right answer. Catalytic dehydrogenation of ethyl benzene ആണ്. അപ്പം ethyl benzene CH2 CH3യെ നമ്മൾ FeO അല്ലെങ്കിൽ Fe2O3 കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ഡീഹൈഡ്രോജനേഷൻ ചെയ്താൽ we will be getting styrene. CH double bond CH2 plus H2. Okay, so this is styrene. ഈ സ്റ്റൈറീനെയാണ് നമ്മൾ പോളിസ്റ്റൈറീൻ ആക്കി മാറ്റുന്നത്, CH2N ടൈംസ് ആക്കി മാറ്റുന്നത്. സോ ഇതാണ് ഈഥൈൽ ബെൻസീൻ. സോ ഇറ്റ് ഈസ് കാറ്റലിറ്റിക് ഡീഹൈഡ്രോജനേഷൻ ഓഫ് ഈഥൈൽ ബെൻസീൻ വിൽ ഗിവ് സ്റ്റൈറീൻ. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റൈറീനൊക്കെ കോമൺ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് പോളിമർ കെമിസ്ട്രിയിൽ. ഓപ്ഷൻ D is the right answer, catalytic dehydrogenation. Next question, what is the role of potassium persulfate in polymerization reaction? ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ എന്ന് പറയാം. എന്ത് ടൈപ്പ് പോളിമറൈസേഷൻ ആണെന്ന് തന്നിട്ടില്ല. അപ്പം പൊട്ടാസ്യം പെർസൾഫേറ്റ് പക്ഷേ ഒരു കോമൺ ഇനീഷ്യേറ്റർ ആണ് ഫോർ ഓൾ ഫ്രീ റാഡിക്കൽ റിയാക്ഷൻസ്. അപ്പോൾ എല്ലാ ഫ്രീ റാഡിക്കൽ പോളിമറൈസേഷൻ റിയാക്ഷൻസിനും
potassium persulfate is a initiator. It initiates the free radical. Free radical ne create ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ് potassium persulfate. That is an initiator. That's most commonly used for acrylic ആയിട്ടുള്ള മോണോമേഴ്സ് ഉള്ള പോളിമേഴ്സിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് potassium persulfate. ഇനി ബൾക്ക് പോളിമറൈസേഷൻ is not suited for dash type of reaction. അപ്പോൾ അത് ബൾക്ക് പോളിമറൈസേഷൻ വായിച്ചവർക്ക് എളുപ്പം എഴുതാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഹാസ് ബീൻ ഡിസ്കസ്ഡ് ഓൾസോ. അപ്പം ബൾക്ക് പോളിമറൈസേഷനിൽ എന്താണെന്ന് വെച്ചാൽ വി ഹാവ് എ മോണോമർ ആൻഡ് വി വിൽ ഹാവ് എൻ ഇനീഷ്യേറ്റർ. ഓക്കെ, ആൻഡ് ദർ ഈസ് നോ സോൾവെൻറ്റ്. അപ്പോൾ ഇവിടെ സോൾവെൻ്റ് ഇല്ല, ഒരു മോണോമർ ഉണ്ട്, ഒരു ഇനീഷ്യേറ്റർ ഉണ്ട്, ആൻഡ് വി വിൽ ഹീറ്റ് ദം ഓർ റേഡിയേറ്റ്. ഇത് രണ്ട് കാരണം ഇവരെ ഇനീഷ്യേറ്റ് ചെയ്താൽ ദേ അണ്ടർഗോ പോളിമറൈസേഷൻ. ഇമ്പോർട്ടൻറ്റ് തിങ്, ദർ ഈസ് നോ സോൾവെൻറ്റ്. അപ്പോൾ സോൾവെൻറ്റ് ഇല്ലാത്ത ഒരു റിയാക്ഷനാണ് ബൾക്ക് പോളിമറൈസേഷൻ. ബൾക്ക് പോളിമറൈസേഷൻ സിൻസ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഹീറ്റ് ഓർ വിൽ ഹാവ് ടു സപ്ലൈ ഹീറ്റ് ടു ദി സിസ്റ്റം. നമ്മൾ ഒരുപാട് ഹീറ്റ് ആയാൽ ഇറ്റ് വിൽ സിംപ്ലി മെൽറ്റ് ദി മോണോമർ ഓർ ദി ഇനീഷ്യേറ്റർ. അവരുടെ തെർമൽ ഇൻറ്റഗ്രിറ്റിയെ അത് അഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പം ഇഫ് ഇറ്റ് ഈസ് എൻ എക്സോതെർമിക് ഹീറ്റ് റിലീസിങ് റിയാക്ഷൻസ് ആണെങ്കിൽ ബൾക്ക് പോളിമറൈസേഷൻ വർക്ക് ചെയ്യില്ല. ഒൺലി ഫോർ റിയാക്ഷൻസ് ടു വിച്ച് വി ക്യാൻ സപ്ലൈ ഹീറ്റ്, നമുക്ക് അങ്ങോട്ട് ഹീറ്റ് കൊടുത്ത് നടത്തിക്കാൻ പറ്റുന്ന റിയാക്ഷൻസിൽ നമുക്ക് ബൾക്ക് പോളിമറൈസേഷൻ യൂസ് ചെയ്യാൻ പറ്റൂ. അല്ലാത്ത കേസസിൽ വി കനോട്ട് യൂസ് ബൾക്ക് പോളിമറൈസേഷൻ ഓർ ഇൻ റിയാക്ഷൻസ് വെയർ ഹീറ്റ് ഇസ് ലിബറേറ്റഡ്. അപ്പോൾ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഹീറ്റും കൂടെ ചേർന്ന് ഇറ്റ് വിൽ ബി എക്സസ് ഹീറ്റ്. അപ്പോൾ അത് അതിൻ്റെ തെർമൽ ഇൻറ്റഗ്രിറ്റി എഫക്റ്റ് ചെയ്യുന്നു. സോ ഇൻ എൻ എക്സോതെർമിക് റിയാക്ഷൻ വി കനോട്ട് യൂസ് ഹൈലി എക്സോതെർമിക് റിയാക്ഷൻസ് വി കനോട്ട് യൂസ് ബൾക്ക് പോളിമറൈസേഷൻ. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ കണ്ടവർക്ക് യു വിൽ ഗെറ്റ് എൻ ഐഡിയ എന്തായിരിക്കണം എന്നുള്ളത്. Then the last question in the chemical engineering part ആണ്, അതും പോളിമർ കെമിസ്ട്രി എന്നാണ്. അത് വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ബേസിക് +2 ലെവലിൽ താഴെയുള്ളവർക്ക് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യൻ. നൈലോൺ 66 is so named because. അത് NCERT ടെക്സ്റ്റ് +2 NCERT ടെക്സ്റ്റിൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട്. ആൻസർ ബാക്കിയൊന്നും വായിക്കുന്നില്ല. അത് വളരെ സിമ്പിളായിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. Average degree of polymerization, polymer was first synthesized in 1966. ഒന്നുമല്ല. ഓപ്ഷൻ ബി, the number of carbon atoms between 2 nitrogen atom is 6. അതാണ് അതിൻ്റെ റൈറ്റ് ആൻസർ. അപ്പോൾ നൈലോൺ 66 ഓർത്തിരിക്കാമല്ലോ, അഡിപ്പിക് ആസിഡിൻ്റെയും ഹെക്സാമെത്തലീൻ ഡൈഅമീനിൻ്റെയും ഒരു മിക്സ്ചറാണ് നൈലോൺസ്. അത് പോളിമറൈസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നൈലോൺ 66. അപ്പോൾ അതിൽ നമ്മളതിൻ്റെ സ്ട്രക്ചർ എഴുതി നോക്കിയാൽ C ഡബിൾ ബോണ്ടോ NH N ടൈപ്സ്. ഓക്കെ, അപ്പം ഈ സൈഡ് ലെഫ്റ്റ് സൈഡ് 6 കാർബൺ ഉണ്ട്, റൈറ്റ് സൈഡിലും 6 കാർബൺ ഉണ്ട്. ദിസ് 6 കാർബൺ ഇസ് കമ്മിങ് ഫ്രം അഡിപ്പിക് ആസിഡ് ആൻഡ് ദിസ് ഇസ് കമ്മിങ് ഫ്രം ഹെക്സാമെത്തലീൻ ഡൈഅമീൻ. ഓക്കെ, അപ്പോൾ അതും ഒരു റീസൺ ആണ്. 6 കാർബൺ ആറ്റംസ് ആർ കമ്മിങ് ഫ്രം അഡിപ്പിക് ആസിഡ്. ഈ ലെഫ്റ്റ് സൈഡിലുള്ള 6 1 2 3 4 5 6 അഡിപ്പിക് ആസിഡിൽ നിന്നും, റൈറ്റ് സൈഡിലുള്ള 1 2 3 4 5 6 ഹെക്സാമെത്തലീൻ ഡൈഅമീനിൽ നിന്നുമാണ് വരുന്നത്. That is also a reason why it is termed as nylon 6. അല്ലെങ്കിൽ the number of carbon, അപ്പോൾ ഒരു നൈട്രജൻ ഇവിടെ ഒരു നൈട്രജൻ ഇവിടെ, അപ്പോൾ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 6 കാർബൺ ഉണ്ട്. Hence it is termed as nylon 66. Okay, അപ്പോൾ that is the chemical engineering പാർട്ടിലെ എല്ലാ ക്വസ്റ്റ്യൻസും ആണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇറ്റ് ഇസ് എ മോഡറേറ്റ് പേപ്പർ. ഒരു എക്സ്ട്രീം നല്ല തറോ പ്രിപ്പറേഷനും റിവിഷനും ഉള്ള ഒരാൾക്ക് എളുപ്പമുള്ള പേപ്പറായിരുന്നു. പക്ഷേ അത്രയും പ്രിപ്പയർഡ് ആയിട്ടില്ലാത്ത ഒരാൾക്ക്, ഒരു നോർമൽ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ ചെയ്ത ഒരാൾക്ക് ഐ വുഡ് സേ ഇറ്റ് ഇസ് എ മോഡറേറ്റ് പേപ്പർ. മോഡറേറ്റ് ആയിട്ടുള്ളൊരു പേപ്പറായിരുന്നു.
അപ്പം തറോ ആയിട്ട് ഐഡിയാസ് ഉള്ള കൺഫ്യൂഷൻ വരാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൻ്റെ നല്ലൊരു ഫ്രാക്ഷൻ ഉണ്ടായിരുന്നു. 2-3 യുണീക്ക് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് അല്ലാത്ത ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ ക്വസ്റ്റ്യൻസും ടെസ്റ്റ് സീരീസിലും റിവിഷനിലും അല്ലെങ്കിൽ ക്ലാസ്സസിലും നേരിട്ട് ഡിസ്കസ് ചെയ്തതോ അതിൻ്റെ സ്ലൈറ്റ് മോഡിഫിക്കേഷൻസോ ആയിരുന്നു. അപ്പം ഫ്രം എ കെമിക്കൽ എഞ്ചിനീയറിംഗ് പോയിന്റ് ദി പേപ്പർ വാസ് എ മോഡറേറ്റ് പേപ്പർ. ഒരു 22 മാർക്സ് വരെ എളുപ്പം കിട്ടാവുന്നൊരു പേപ്പറായിരുന്നു. ഒരു 3 ക്വസ്റ്റ്യൻ ഒരു ക്ലാരിറ്റി കുറവോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ആസ്പെക്റ്റോ ഒഴിച്ചു നിർത്തിയാൽ 22 മാർക്സ് വരെ എളുപ്പം കിട്ടാവുന്നൊരു പേപ്പറായിരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.